ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മകൻ്റെ 17ാമത്തെ വയസ്സ് തികയുന്നു. ഒന്ന് സ്പെഷ്യലാക്കാനായിട്ട് വന്നു. കുഴിമന്തി കഴിക്കാനാണ് അവർക്ക് ആഗ്രഹം. എൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്ക് മുറിക്കാറുള്ള വീട്ടിൽ. ഇന്ന് അവൻ്റെ ആഗ്രഹം കുഴിമന്തി അച്ചാൽ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇതുവരെ കഴിച്ചിട്ടില്ല. വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഹോട്ടലിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ചോദിച്ചപ്പോൾ കുഴിമന്തി മതി അച്ചാൽ നമുക്ക് ഒരുമിച്ച് പോയി കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ആലത്തൂർ പോയി ഒരു കുഴിമന്തി ഹോട്ടലിൽ പോയി കഴിക്കാൻ പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഓക്കെ, തിരക്കൊന്നുമില്ല. 7:30 ഞങ്ങൾ പോയി. അപ്പോൾ ഫാമിലി റൂമിൽ തന്നെ ഇരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തു. മന്തി, കുഴിമന്തി ചിക്കൻ്റെ അത് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നു. നല്ലൊരു 4 പീസും റൈസും കൂടി 750 രൂപയാകും. 3 പീസും റൈസും കൂടി 650 രൂപ. ഇപ്പോൾ 750 രൂപ വാങ്ങിച്ചു. ഞങ്ങൾ 4 പേരുണ്ടല്ലോ. ചെറിയ പയ്യൻ കഴിക്കില്ല എങ്കിലും വാങ്ങിച്ചു. ഞങ്ങളെ ബുദ്ധിമുട്ടാകണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ തിരക്കേറിയ സമയത്ത് കുടുംബത്തോടുള്ള ടൈം കാരണം അവർക്കൊരു സന്തോഷം കിട്ടുന്നത് അച്ഛനും അമ്മയും എല്ലാവരും കൂടി പുറത്ത് പോയൊരു ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ പുറത്ത് പോയൊരു പാർക്കിൽ പോവുക. അതാണ് അവരുടെ ജീവിതത്തിൽ സന്തോഷം. അപ്പോൾ എൻ്റെ മകൻ്റെ ആഗ്രഹം അതാണ്. പറഞ്ഞു കുഴിമന്തി കഴിക്കാമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞങ്ങൾ കേക്കാൻ മുറിക്കാറില്ല. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കും, ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കും, ഇല്ലെങ്കിൽ പാർസൽ വാങ്ങിയിട്ട് വന്ന് വീട്ടിൽ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് മകൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ഞങ്ങൾ പുറത്ത് പോയി കഴിച്ചു. നിങ്ങളിതുപോലെ ചെയ്യുക, കുടുംബത്തോടു കൂടി പോവുക, ചെറിയ കളിയൊക്കെ ആയിട്ട്. എല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മളെ കൊണ്ടുപോകണം? ഒന്നും കൊണ്ടുപോയില്ല. മരണപ്പെട്ടു പോയാൽ ഒന്നും കൊണ്ടുപോയില്ല. സന്തോഷം തന്നെ കിട്ടുള്ളൂ ഓർമ്മയ്ക്കായിട്ട്. കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും, വൈകിട്ട് വീട്ടിൽ വരും, ഉറങ്ങും. കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും, വീണ്ടും വൈകിട്ട് വീട്ടിൽ വരും. കുറച്ചെന്തെങ്കിലും സംസാരിക്കും. കുട്ടികൾക്ക് മക്കൾക്കൊക്കെ നമുക്ക് ഒരുപാട് കാര്യം അവർക്ക് നമ്മളോട് പറയാനുണ്ടാവും. മന്തി കഴിച്ചു നോക്കി, പക്ഷെ ഞങ്ങൾ അധികം മന്തി കഴിക്കാത്തതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. എങ്കിലും നന്നായിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വേവിച്ചിട്ടുണ്ട്, റൈസ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് 2 കുട്ടികൾ, എൻ്റെ 2ാമത്തെയും 3ാമത്തെയാണ്. ഒരാൾക്ക് 3 വയസ്സായി, പെൺകുട്ടിക്ക് 1.5 വയസ്സായി. അപ്പോൾ ജോഷുവാണ് പേര്. ഞങ്ങളുടെ ഇഷ്ടത്തിൽ തന്നെ കഴിച്ചോ പറഞ്ഞു. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൻ്റെ സ്നേഹം, അവൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്. ഞാനൊരു ആംബുലൻസ് ഡ്രൈവറാണ്. ഒരുപാട് കേസുകളിൽ പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റും. എന്താണ്, അച്ഛൻ മക്കളെ തട്ടിക്കൊന്നു, മക്കള് അച്ഛനെ കൊന്നു, പിന്നെ പല ഇതിലും അടിമകളായിട്ട് കഞ്ചാവിലും സ്മഗ്ലിങ്ങിലും MDMA അടിമയായി പല രീതിയിലും കുട്ടികൾ തെറ്റിപ്പോകുന്ന ഇതുപോലെ ഒരു സന്തോഷം അവർ കിട്ടാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയാം. നിങ്ങളിതുപോലെ ചെയ്യുക. നമുക്ക് ഒരുപാട് സമയമുണ്ട്. നമ്മൾ അധ്വാനിച്ചിട്ട് വേണം നമ്മുടെ കുടുംബം വലുത്. പൈസ കിട്ടും, വരും, പോവും, സന്തോഷം കിട്ടും. പണം കൊണ്ടൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. വലിയ മകൻ്റെ ബർത്ത്ഡേ ഞാൻ 5 വയസ്സ് കഴിഞ്ഞ അതിന് സാമ്പത്തിക ബുദ്ധിമുട്ടോട് ഞങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 6ാമത്തെ 7ാമത്തേനും ഞങ്ങൾ കേക്ക് തന്നെ മുറിച്ച് സന്തോഷിക്കാനായിട്ട് വെളിയിറങ്ങിയതാണ്. അത് അവനെ പറഞ്ഞ് മനസ്സിലാക്കി, എല്ലാം മനസ്സിലായി. ഒരാളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും വേദനകളും എത്ര തന്നെ കിട്ടിയാലും ഒരു കുടുംബത്തിൽ ഇന്ന് കാലത്ത് എത്ര ചിലവ് എന്തൊക്കെ ഉണ്ടാകുന്നു എല്ലാവർക്കും അറിയില്ല. ഒരു അരി 50 രൂപ മേലെ 60. നല്ല റേഷൻ അരി ആണെങ്കിൽ ഫ്രീ ആയി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അത്ര ഒരു മാസം കഴിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ സന്തോഷമാണ് നമ്മുടെ ബാക്കി വരാൻ പോകുന്നത്. അതുപോലെ പ്ലേറ്റ് ആകും. ബാക്കി
നമ്മൾ ആണുങ്ങൾ അച്ഛന്മാർ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. ഇഷ്ടപ്പെട്ട ഭക്ഷണം ഹോട്ടലിൽ പോയി മുട്ട ഇറച്ചി മീൻ ഹോട്ടൽ ഭക്ഷണം ബിരിയാണി എന്തുവേണം കഴിക്കാം. പക്ഷേ നമ്മൾ കഴിച്ച് കൈ കഴുകി വീട്ടിലേക്ക് വരും. എന്തായാലും ഇഷ്ടം പോലെ റൈസ് തന്നവർ 2-3 തവണ തന്നു. ഞങ്ങൾ വയറ് നിറയെ കഴിച്ചു തൃപ്തി വന്നവരെ. അപ്പോൾ അതിൻ്റെ വേസ്റ്റുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളൊക്കെ ഒരുക്കി വെച്ചു, പ്ലേറ്റൊക്കെ അടുക്കി വെച്ചിട്ട് പോയത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിക്കുക. ഞങ്ങൾക്ക് ഫുഡ് സപ്ലൈ ചെയ്ത സപ്ലയറെ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഇട്ട് കൊടുക്കാറുണ്ടാവും നോക്കിന്. പുള്ളിക്കാരൻ കാണാനില്ല. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അകത്ത് പോയി പുള്ളിക്കാരൻ വന്നു. അവനൊരു ചെറുതായിട്ടൊരു കൊടുത്തപ്പോൾ അവന് വളരെയധികം സന്തോഷമായി. ആ സന്തോഷമാണ് ഞങ്ങൾക്ക് തൃപ്തിയായത്. ഭക്ഷണം കഴിച്ച് കൈ കഴുകി വരുമ്പോൾ ഇത് മറക്കരുത് ആരും. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.